കഥ നിലാവെളിച്ചം. അമ്മയുടെ അമ്മയെ എല്ലാവരും ചിരിയമ്മ എന്നാണ് വിളിക്കുന്നത്. മുണ്ടയിലെ നാരായണിയേടത്തിയും കിഴക്കേക്കരയിലെ അമ്മി കൊത്തുന്ന കൊല്ലത്തിയും ചിരിയേടത്തി എന്നും വിളിക്കും. എന്നാൽ ഞാൻ അമ്മിഞ്ഞമ്മ എന്നാണ് വിളിക്കുക. ഞാനല്ലാതെ മറ്റാരും അങ്ങനെ വിളിക്കാറില്ല. ചിരിയമ്മയ്ക്ക് 10 മക്കളാണ്. എൻ്റെ അമ്മയാണ് മൂത്തത്. 10 മക്കളിൽ 2 പേർ എനിക്ക് ഇളയതാണ്, സുരേഷും സുജാതയും. അമ്മയുടെ നേരെ ഇളയത് നാരായണി മേമയാണ്. ചിരിയമ്മയുടെ അമ്മയുടെ കൂടെയാണ് അവർ താമസിക്കുന്നത്. ചിരിയമ്മയുടെ അമ്മയെ ഞങ്ങൾ അച്ചി എന്നാണ് വിളിക്കുന്നത്. അവരുടെ വീടിനെ അച്ചി വീട് എന്നും. പിന്നെ കാർത്യായനി മേമയും വിജയൻ മാമനും അമ്മയുടെ മാമൻ്റെ വീട്ടിലാണ് താമസം. അച്ചാച്ചനും അമ്മിഞ്ഞമ്മയും അമ്മയും ഞാനും ഉൾപ്പെടെ 10 പേരും താമസിക്കുന്നത് തറവാട് വീട്ടിലാണ്. വീട് എന്നാൽ ഏറെ വലുതല്ല. പടിഞ്ഞാറ്റയും അടുക്കളയും കിഴക്ക് പടിഞ്ഞാറ് നീണ്ടുകിടക്കുന്ന തെക്കേ മുറിയും മുന്നിലെ നീണ്ട ഇറയവും ചേർന്നാൽ വീട് ആയി. അടുക്കളയോട് ചേർന്ന് ഒരു കുഞ്ഞു മുറിയുമുണ്ട്. ഈ ചെറിയ വീട്ടിലാണ് ഞങ്ങൾ 10 പേരും ഉണ്ടതും ഉറങ്ങിയതും. 3-ാം തരത്തിൽ പഠിക്കുമ്പോഴാണ് അച്ഛനെക്കുറിച്ച് ഞാൻ ഓർത്തത്. ഞാൻ ഇന്നേവരെ ആരെയും അച്ഛൻ എന്ന് വിളിച്ചിട്ടില്ല. അച്ഛനെ എനിക്കറിയില്ല. അച്ഛൻ്റെ നാടും പേരും ഒന്നും അറിയില്ല. മുറ്റത്തെ കളത്തിൽ മൂർന്നുകൊണ്ടിട്ട കറ്റ മെതിക്കുകയാണ് അമ്മയും ദേവകിമേമയും. അമ്മയെ മെതിച്ച് നെന്മണികൾ ഉതിർത്ത് കുടഞ്ഞിട്ട വൈക്കോൽ കൂനയുടെ മുകളിൽ ഇരുന്നാണ് ഞാൻ വിളിച്ചത്. നെന്മണികൾ ഉതിർക്കുന്ന കറ്റ വലതുകാൽ കൊണ്ട് മുന്നോട്ട് നീക്കിവെച്ച് അമ്മ എന്നെ നോക്കി. അമ്മേ, ആരാ എൻ്റെ അച്ഛൻ? എവിടെയാ അച്ഛൻ്റെ വീട്? പൊടുന്നനെയുള്ള എൻ്റെ ചോദ്യത്തിനു മുന്നിൽ ഇടിവെട്ടേറ്റതുപോലെ അമ്മ നിശ്ചലമായി എൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. എൻ്റെ നോട്ടം അമ്മയുടെ കണ്ണിലേക്ക് ആയിരുന്നു. പുഞ്ചപ്പാടത്തിലേക്ക് വെള്ളം തേവി വറ്റിയ കുളം വീണ്ടും നിറയുന്നതുപോലെ അമ്മയുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. പോടാ, പോയി കളിക്ക്. അത് ഒരാക്രോശമായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. വൈക്കോൽ കൂനയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി സുരേഷിനൊപ്പം ഓടിപ്പോയി. എനിക്ക് ഇളയത് ആയതിനാൽ സുരേഷിനെ ഞാൻ മാമൻ എന്ന് വിളിക്കാറില്ല. കത്തിച്ചു വെച്ച മണ്ണെണ്ണ വിളക്കിന് മുന്നിലിരുന്ന് ഒരിക്കൽ നാരായണൻ മാമൻ മലയാള പാഠം ഉറക്കെ വായിക്കുമ്പോഴും എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പാഠമായിരുന്നു അത്. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. അടുക്കളയിലെ കിഴക്കേ ചുമരിനോട് ചേർന്ന് വിരിച്ച പായയിലാണ് ഞാനും അമ്മയും ഉറങ്ങുന്നത്. അച്ചാച്ചൻ്റെ പഴയ മുണ്ട് നെഞ്ചോളം പുതച്ചിട്ടാണ് ഞാൻ കിടന്നത്. 2 കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് മലർന്നു കിടന്നു. എന്താടാ നീ ഉറങ്ങാതെ? ഞാൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഉറങ്ങിയില്ലെന്ന്? അമ്മേ, ശരിക്കും ആരാ എൻ്റെ അച്ഛൻ? ഇരുട്ടിനെപ്പോലും കീറി മുറിച്ച് എൻ്റെ വാക്കുകൾ അമ്മയെ കുത്തി നോവിച്ചു. അമ്മ ഒന്നും മിണ്ടിയില്ല. നെഞ്ചോളം പുതച്ച വെള്ളമുണ്ട് മാറ്റി ഞാൻ അമ്മയെ ചേർത്ത് പിടിച്ചു. അമ്മയുടെ നെഞ്ചിടിപ്പ് ഞാൻ അറിഞ്ഞു. അമ്മ കരയുന്നുണ്ടായിരുന്നു. ഉള്ളിൽ നിന്നും തികട്ടി വരുന്ന കരച്ചിലിനെ കീഴ്ച്ചുണ്ട് കടിച്ചമർത്തി ഒതുക്കി വെക്കുവാൻ പാടുപെടുകയാണ് അമ്മ. അമ്മ കരയണ്ട, ഞാനിനി ചോദിക്കില്ല. അച്ഛനെ എനിക്കറിയണ്ട. എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. അമ്മ എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ അമ്മയെയും. ഞങ്ങൾ 2 പേരും കരഞ്ഞു. അടിവയറ്റിൽ നിന്നും തികട്ടി വന്ന കരച്ചിലിനെ തൊണ്ടയിൽ അമർത്തിപ്പിടിച്ച് വിതുമ്പി കരഞ്ഞു. ഞങ്ങളുടെ കണ്ണുനീർ ഇരുട്ടിൻ്റെ കറുപ്പിന് കനം കൂട്ടി. അമ്മ എൻ്റെ പുറത്ത് തലോടിക്കൊണ്ടേയിരുന്നു. എപ്പോഴാണ് ഉറങ്ങിയതെന്ന് എനിക്കറിയില്ല. രാഘവൻ മാമൻ വരുന്ന ദിവസം
ഞങ്ങൾക്ക് സന്തോഷമാണ്. ചിരിയമ്മയുടെ അനുജനാണ് രാഘവൻ മാമൻ. എല്ലാവരും വിളിക്കുന്നത് കേട്ട് ഞാനും രാഘവൻ മാമൻ എന്നാണ് വിളിക്കാറ്. ഇടവഴി വരെ മാമൻ സൈക്കിൾ ഓടിച്ചാണ് വരുന്നത്. അവിടെ എത്തിയാൽ സൈക്കിളിൽ നിന്നും ഇറങ്ങും. പിന്നെ വീടിൻ്റെ മുറ്റത്തോളം ഉരുട്ടി വരും. മുറ്റത്ത് വെച്ച സൈക്കിൾ എടുക്കുവാൻ ഉള്ള അവകാശം നാരായണൻ മാമന് മാത്രമാണ്. നാരായണൻ മാമൻ സൈക്കിൾ എടുക്കും. സൈക്കിൾ തണ്ടിന് ഇടയിലൂടെ കാലിട്ട് അതിവേഗം ഓടിക്കും. ഇടവഴിയിലൂടെ പൂമാലക്കാവ് വരെ ഓടിക്കുന്നത് ഞങ്ങൾ നോക്കി നിൽക്കും. രാഘവൻ മാമൻ പോകുന്നത് വരെ നാരായണൻ മാമൻ സൈക്കിൾ ഓടിച്ചുകൊണ്ടേയിരിക്കും. എന്നും വരുമ്പോൾ രാഘവൻ മാമൻ ഞങ്ങൾക്ക് കടല കൊണ്ടുവരും. ഉന്തുവണ്ടിയിൽ കടല വറുക്കുന്ന ശേഖരനോട് ആണത്രേ മാമൻ കടല വാങ്ങുന്നത്. രാഘവൻ മാമൻ എന്നും കടലപ്പൊതി തരുന്നത് എനിക്കാണ്. ഞാനാണ് എല്ലാവർക്കും വീതിച്ചു നൽകുന്നത്. തൻ്റെ വിഹിതം കിട്ടിയാൽ സുജാത വേഗത്തിൽ എണ്ണി നോക്കും. ഒന്ന് കുറഞ്ഞാൽ അവൾ ഉറക്കെ കരയും. 1-2 മണി കൂടി കൊടുത്തേക്ക് ചെക്കാ. മാമ പറഞ്ഞാൽ പിന്നെ എതിർവാക്കില്ല. 2 നൽകിയാൽ അവൾ കരച്ചിൽ നിർത്തും. രാഘവൻ മാമൻ വന്നാൽ സാധാരണ അധികം സമയം നിൽക്കാറില്ല. ഇന്നേറെ നേരമായി മാമൻ വന്നിട്ട്. ഇത്രയും നേരം നിൽക്കുന്നത് പതിവില്ല. ഞങ്ങൾ കുട്ടികൾ ഇറയത്ത് വട്ടത്തിൽ ഇരുന്ന് കടല തിന്നുകയായിരുന്നു. അടുക്കളപ്പടിയിൽ നിന്ന് രാഘവൻ മാമൻ അമ്മിഞ്ഞമ്മയോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. കടല കൊറിക്കുന്നതിനിടയിൽ എൻ്റെ കാതുകൾ മാമൻ്റെ വാക്കുകളോളം നീണ്ടു. അമ്മയെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഇത്രമാത്രം അടക്കം പറയുവാൻ എന്തുണ്ടായി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അച്ചാച്ചനും അമ്മയും വടക്കേപ്പറമ്പിലെ വെറ്റിലക്കൊടി നനക്കുകയാണ്. കൂവലിൽ നിന്നും വെള്ളം മുക്കുന്നത് അമ്മയാണ്. വലിയ മൺകുടത്തിലാണ് വെള്ളം എടുക്കുന്നത്. വെള്ളം നിറച്ച മൺകുടങ്ങൾ അച്ചാച്ചന് നൽകുന്നത് ദേവകിമേമയാണ്. അച്ചാച്ചനാണ് വെറ്റിലക്കൊടി നനയ്ക്കുന്നത്. വെറ്റിലക്കൊടി നനയ്ക്കാൻ അച്ചാച്ചൻ ആരെയും അനുവദിക്കില്ല. നിറഞ്ഞ മൺകുടത്തിൻ്റെ വായഭാഗം വലതു കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് കുടം നേരെ കമിഴ്ത്തി വിരലുകൾ മെല്ലെ ചലിപ്പിച്ച് പ്രത്യേക രീതിയിലാണ് അച്ചാച്ചൻ വെറ്റിലക്കൊടി നനയ്ക്കുന്നത്. അങ്ങനെ നനച്ചാൽ വെറ്റിലച്ചെടിയുടെ വേര് മുറിഞ്ഞു പോകില്ല. വെറ്റിലത്തടവും പൊട്ടിപ്പോകില്ലത്രേ. വെറ്റില നുള്ളിയെടുക്കുന്നതിലുമുണ്ട് പ്രത്യേകത. അഗ്രത്തിൽ 3 ഇലകൾ ഉള്ള വള്ളിയിൽ നിന്നും മാത്രമേ വെറ്റില നുള്ളിയെടുക്കാവൂ. ഏറ്റവും തളിര് നുള്ളരുത്. നാരായണൻ മാമനാണ് എനിക്ക് ഈ സൂത്രം പറഞ്ഞു തന്നത്. വെറ്റിലക്കൊടിയുടെ അരികിൽ നിന്ന് രാഘവൻ മാമൻ അച്ചാച്ചനുമായി ഏറെ നേരം സംസാരിച്ചു. അവരുടെ അടക്കം പറച്ചിൽ ആരും കേൾക്കുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞ് അമ്മയോടും രാഘവൻ മാമൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ അന്ന് വല്ലാത്ത ഭയമായിരുന്നു. അമ്മ പതിവ് പോലെ ഒന്നും പറയുന്നില്ല. നേരത്തെ ചോറുണ്ടു, നേരത്തെ കിടന്നു. അമ്മയുടെ മുഖത്തെ വികാരം എന്താണെന്ന് എനിക്കൊട്ടും മനസ്സിലായതുമില്ല. അന്നും അമ്മയെ ചേർത്ത് പിടിച്ചാണ് ഞാൻ ഉറങ്ങിയത്. 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും രാഘവൻ മാമൻ വന്നു. തുടർച്ചയായുള്ള മാമൻ്റെ വരവ് എന്നിൽ വല്ലാത്ത പേടിയുണ്ടാക്കി. ഒരു കീരിക്കൊട്ട നിറയെ മത്തിയുമായിട്ടായിരുന്നു മാമൻ വന്നത്. വീടിൻ്റെ പടിഞ്ഞാറ് വശത്തെ തെങ്ങിൻ ചുവട്ടിലിരുന്ന് അമ്മയും ദേവകിമേമയും ചേർന്ന് മീൻ മുറിക്കാൻ തുടങ്ങി. മീൻ മുറിക്കാൻ തുടങ്ങിയാൽ 3-4 പൂച്ചകൾ ഓടി വരും. ഒന്നും ഞങ്ങളുടെ പൂച്ചയല്ല. മീൻ മുറിക്കാൻ തുടങ്ങുന്നത് ഇവറ്റകൾക്ക് എങ്ങനെ ഇത്ര പെട്ടെന്നറിയുന്നു? പൂച്ചകൾ വാലുയർത്തി അമ്മയുടെയും ദേവകിമേമയുടെയും കാലിൽ ഉരസിക്കൊണ്ടേയിരിക്കും. മത്തിയുടെ കുടലും വാലും ഒക്കെ പൂച്ചകൾക്കുള്ളതാണ്. നെറ്റിയിൽ കറുത്ത പൊട്ടുള്ള വെളുത്ത പൂച്ചയാണ് കൂട്ടത്തിൽ വലുത്. അവൻ കണ്ടൻ പൂച്ചയാണെന്നാ അമ്മ പറയാറ്. കത്തിക്കരികിൽ മുറിച്ചിട്ട തല മുൻകാലുകൊണ്ട് അവൻ വലിച്ചെടുക്കും. ചിലപ്പോൾ ചട്ടിയിൽ നിന്നും മുറിക്കാത്ത മീനും കട്ടെടുത്ത് ഓടുമെത്രേ. മുറിച്ചിട്ട മത്തിത്തലയൊക്കെ വൃത്തിയാക്കി വിലാസിനിമേമ മറ്റൊരു ചട്ടിയിലിട്ടു. വക്കുപൊട്ടിയ ചട്ടിയിലാണ് മത്തിത്തലയിടുന്നത്. മത്തിത്തലയും വാഴക്കണ്ട ചെറുതായി അരിഞ്ഞതും ചേർത്ത് വയ്ക്കുന്ന കറി വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. കുറച്ച് മീൻതല കുരുമുളകും മഞ്ഞളും ചേർത്ത് വരട്ടി വെക്കും. അമ്മിഞ്ഞമ്മയും അമ്മയും മറ്റും അതാണ് കഴിക്കുന്നത്.
രാഘവൻ മാമൻ വീട്ടിൽ നിന്നും ഉണ്ണുന്നത് നന്നേ കുറവാണ്. ഇന്ന് എല്ലാവരും സന്ധ്യക്കേ ഉണ്ടു. അച്ചാച്ചനും രാഘവൻ മാമനും ഞങ്ങൾ ആൺകുട്ടികളും ഇറയത്ത് വരിവരിയായിരുന്നാണ് ഉണ്ടത്. സുജാത വിലാസിനി മേമയോടൊപ്പം അടുക്കളയിൽ ഇരുന്നും ഉണ്ടു. ഉണ്ണുന്നതിനിടയിലും അച്ചാച്ചനും രാഘവൻ മാമനും പറയുന്നതൊക്കെ അമ്മയെക്കുറിച്ചാണ്. അത് കേൾക്കുമ്പോൾ എനിക്കൊന്നും ഇറങ്ങുന്നില്ല. കുറച്ച് മത്തിക്കഷണം മാത്രം കഴിച്ച് വയറു നിറയെ വെള്ളവും കുടിച്ച് ഞാൻ എഴുന്നേറ്റു. രാഘവൻ മാമനോടൊപ്പം ഞങ്ങൾ കുട്ടികളും മുറ്റത്തേക്ക് ഇറങ്ങി. രാത്രിയിൽ സൈക്കിൾ ഓടിക്കുമ്പോൾ സൈക്കിളിൻ്റെ മുന്നിലെ ബൾബ് കത്തുമെത്രേ. ബൾബ് കത്തുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നാരായണൻ മാമൻ സൈക്കിളിൻ്റെ പെഡൽ കൈകൊണ്ട് ശക്തിയായി തിരിച്ചു. സൈക്കിളിൻ്റെ മുന്നിലെ ബൾബിൽ നിന്നും പ്രകാശം അടുക്കളയുടെ കിഴക്കേ ചുമരിൽ പതിച്ചു. പൂർണ്ണചന്ദ്രൻ ചുമരിൽ വന്ന് നിൽക്കുന്നതുപോലെ വെളിച്ചത്തിൻ്റെ ഒരു വലിയ വട്ടം. അപ്പോഴും കളത്തിൻ്റെ തെക്കേ മൂലയിലെ പുല്ലിൻകായക്കരികിൽ നിന്നും രാഘവൻ മാമൻ അമ്മയോട് എന്തോ സ്വകാര്യം പറയുന്നുണ്ടായിരുന്നു. രാഘവൻ മാമൻ സൈക്കിളുമായി പോകുമ്പോൾ ഞാനും സുജാതയും ഇടവഴിയോളം ഓടിപ്പോയി. മാമൻ സൈക്കിൾ ഓടിക്കുമ്പോൾ പിന്നിലെ ടയറിനരികിലും ഉണ്ട് ഒരു വെളിച്ചം, ചുവന്ന വെളിച്ചം. ഇടവഴിയുടെ ആദ്യ വളവ് വരെ ഞാനും സുജാതയും ചുവന്ന വെളിച്ചം നോക്കി നിന്നു. അന്ന് രാത്രി അമ്മ ഉറങ്ങിയതേയില്ല. എനിക്കും ഉറക്കം വന്നില്ല. പുതച്ച വെളുത്ത മുണ്ട് ചുരുട്ടി തലയ്ക്ക് കീഴെ വെച്ച് ഞാൻ വെറുതെ കിടന്നു. ഒരു കീറ് നിലാവ് കിഴക്കേ ജനലിലൂടെ വന്ന് അടുക്കളയിലെ ഇരുട്ടിനെ നോവിക്കുന്നുണ്ട്. അമ്മ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല, എന്തോ ഉണ്ട്. എന്താണേലും എന്നോട് പറയൂ. അമ്മ ഒന്നും പറഞ്ഞില്ല. എന്നെ ചേർത്ത് പിടിച്ചു. വലതുകാൽ അമ്മയുടെ അരയ്ക്ക് മുകളിലൂടെ നീട്ടിവെച്ച് ഞാനും അമ്മയെ ചേർത്ത് പിടിച്ചു. മോൻ എന്നും രാവിലെ എഴുന്നേൽക്കണം. കുരുത്തക്കേടൊന്നും കാട്ടരുത്. വിലാസിനി മേമ പറയുന്നതൊക്കെ കേൾക്കണം. നല്ലോണം പഠിക്കണം. പിന്നീട് ഞാൻ കൂട്ടാട്ടിയില്ല. ഞാൻ നന്നായി പഠിക്കാറുണ്ട്, കുരുത്തക്കേടും കാട്ടാറില്ല. പിന്നെ എന്തിന് അമ്മ ഇപ്പോൾ ഇതൊക്കെ പറയുന്നു? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അടുക്കളയിലെ ഇരുട്ടിലേക്ക് അരിച്ചിറങ്ങുന്ന നിലാവെളിച്ചം പോലെ അമ്മ എന്നിൽ ലയിച്ചു ചേർന്നു. കരച്ചിലടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അടിവയറ്റിൽ നിന്നും വന്ന കരച്ചിലിനെ തൊണ്ടയിൽ ഞാൻ കടിച്ചമർത്തി വിതുമ്പി കരഞ്ഞു. കരച്ചിലിനെ കടിച്ചമർത്തുവാൻ അമ്മയിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. എത്രയോ രാത്രികളിൽ എന്നെ ചേർത്ത് പിടിച്ച് അമ്മ വിതുമ്പി കരഞ്ഞിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കാറില്ല. അമ്മ അതൊട്ടും പറയാറുമില്ല. രാത്രി ഏറെയൊന്നും ഉറങ്ങിയില്ലെങ്കിലും രാവിലെ എഴുന്നേറ്റു. സ്കൂളിന് ഇന്ന് അവധിയാണ്. എന്നിട്ടും രാവിലെ അമ്മ എന്നെ കുളിപ്പിച്ചു. തലമുടി ചീകിത്തന്നതും കുപ്പായം ഇട്ടുതന്നതും വിലാസിനി മേമയായിരുന്നു. ഞാനും വിലാസിനി മേമയും അമ്മയോടൊപ്പം നടന്നു. രാഘവൻ മാമൻ്റെ വീട്ടിലേക്കാണ്. ഈച്ചേൻ വയലിലൂടെ കഞ്ചിയിൽ തോടും കടന്നാണ് നടത്തം. കഞ്ചിയിൽ തോട്ടിൽ വെള്ളം നന്നേ കുറവാണ്. തുലാവത്തിലെ വാവിന് പോകുമ്പോൾ അരയോളം വെള്ളം ഉണ്ടായിരുന്നു. രാഘവൻ മാമൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വാവുണ്ണുന്നത്. തോട്ടിൽ വെള്ളം കുറവാണെങ്കിലും അമ്മ എന്നെ എടുത്തിട്ടാണ് തോട് കടത്തിയത്. രാഘവൻ മാമൻ്റെ വീട്ടിലെത്തിയപ്പോൾ അമ്മ നേരെ അടുക്കളയിലേക്ക് പോയി. ഇറയത്തെ സീറ്റിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. എനിക്ക് തീരെ പരിചയമില്ല. മുഴുവൻ പല്ലും കാണിച്ചുള്ള ചിരി. നെറ്റിയിലൂടെ ഏതാനും മുടിയിഴകൾ ചുരുണ്ട് താഴോട്ട് തൂങ്ങി നിൽക്കുന്നു. ഇരുനിറമാണെങ്കിലും അവരെ കാണുവാൻ നല്ല ഭംഗിയുണ്ട്. അവർ എൻ്റെ കയ്യിൽ പിടിച്ച് മടിയിലിരുത്തി എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അവരുടെ സംസാരം എനിക്ക് അത്ര രസിച്ചില്ല. രാഘവൻ മാമൻ ചായ കൊണ്ടുവന്നു. 2 പാത്രത്തിൽ പലഹാരങ്ങളുമായി കാർത്യായനി മേമയും ഉണ്ട്. ഞങ്ങൾ ചായ കഴിച്ചു. നടുക്ക് ചുവന്ന പൊട്ടുള്ള മഞ്ഞ ബിസ്ക്കറ്റ് ആണ് ഒരു പാത്രത്തിൽ നിറയെ. ഞാൻ അതിൽ നിന്നും ഒന്നെടുത്തു. വിലാസിനി മേമയുടെ മടിയിൽ ഇരുന്നാണ് ചായ കഴിച്ചത്. അപ്പോഴും എൻ്റെ നോട്ടം മുഴുവൻ മുന്നിലെ സ്ത്രീയുടെ തൂങ്ങി നിൽക്കുന്ന ചുരുണ്ട മുടിയിലാണ്. വിലാസിനി മേമക്കും ദേവകി മേമക്കും അങ്ങനെ തൂങ്ങി നിൽക്കുന്ന ചുരുണ്ട മുടിയില്ല. അടുക്കളയിലേക്ക് പോയ അമ്മ തിരിച്ചു വന്നത് സാരി ഉടുത്തിട്ടാണ്.
ചുവന്ന കുഞ്ഞു പൂക്കളുള്ള വയലറ്റ് സാരി ഉടുത്ത് അമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സാരി ഉടുത്ത് അമ്മയെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല. എവിടെ പോകുമ്പോഴും മുണ്ടാണ് ഉടുക്കുന്നത്. ഒരു വെളുത്ത തോർത്തുകൊണ്ട് ചേല ചുറ്റും. സാരി ഉടുത്തപ്പോൾ അമ്മ ദേവകിമേമയോളം ചെറുപ്പം തോന്നുന്നു. ചുരുണ്ട മുടി തൂങ്ങുന്ന സ്ത്രീയോടൊപ്പം അമ്മ മാമൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പടിഞ്ഞാറെ നടവരമ്പിലൂടെ നടന്നകന്നു. വയലും കഴിഞ്ഞ് റോഡിലേക്ക് നടന്നു കയറിയപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഉറക്കെ കരഞ്ഞു. നടവരമ്പിലൂടെ ഇറങ്ങിയോടി. വിലാസിനി മേമ പിന്നാലെ വന്ന് എന്നെ പിടിച്ചു. മേമയുടെ കൈ തട്ടിമാറ്റി ഞാൻ വീണ്ടും ഓടി. വയലിൽ വീണ് ഉരുണ്ട് കരഞ്ഞു. ആരൊക്കെയോ വന്ന് എന്നെ പിടിച്ചു. ഞാൻ ഉറക്കെ കരഞ്ഞു. കരയലടാ. രാഘവൻ മാമൻ്റെ കനത്ത ശബ്ദത്തിനു മുന്നിൽ എൻ്റെ കരച്ചിൽ വിതുമ്പലായി മാറി. മാമൻ എനിക്കു നേരെ നീട്ടിയ പൊതി ഞാൻ വാങ്ങി. കടലയായിരുന്നു. പിന്നീട് ഞാൻ ഉറങ്ങിയത് വിലാസിനി മേമക്കൊപ്പം ആയിരുന്നു. എനിക്ക് മുടിചീകി തന്നതും കുപ്പായം ഇട്ടു തന്നതും എല്ലാം വിലാസിനി മേമയായിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ പല രാത്രിയിലും അമ്മയെക്കുറിച്ച് ഞാൻ മേമയോട് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ വിലാസിനി മേമ ഓരോ കഥ പറഞ്ഞു തരും. കഥ കേട്ട് ഞാൻ ഉറങ്ങും. ദേവകി മേമയുടെ കല്യാണമുണ്ട്. അന്ന് നിന്റെ അമ്മ വരും. കൂടെ നിന്റെ അച്ഛനും ഉണ്ടാകും. കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവർ നിന്നെയും കൂട്ടും. ഒരിക്കൽ കുളിച്ച് മുടി ചീകി തരുമ്പോൾ ആയിരുന്നു വിലാസിനി മേമ പറഞ്ഞത്. അന്ന് ഞാൻ ഏറെ സന്തോഷിച്ചു. ഏറെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നു ദേവകി മേമയുടെ കല്യാണത്തിന്. അമ്മയെ കാണാൻ, അച്ഛനെ കാണാൻ.